ഹായ് ഡിസൈനേഴ്സ്. അപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരുപാട് ട്യൂട്ടോറിയൽസ് കാര്യങ്ങളൊക്കെ ചെയ്തു. പോസ്റ്റർ ഡിസൈൻസ്, ഫ്ലക്സ് ഡിസൈൻസ്, കെറോസൽ ഡിസൈൻസ് തുടങ്ങിയ ട്യൂട്ടോറിയൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇന്ന് നമ്മൾ ഇല്ലുസ്ട്രേറ്റർ യൂസ് ചെയ്തിട്ട് ഒരു വർക്ക് ചെയ്യാനായിട്ട് പോകണം. നമ്മൾ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തിട്ട് വർക്കുകൾ ട്യൂട്ടോറിയൽസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് മുതൽ നമ്മുടെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇല്ലുസ്ട്രേറ്റർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രിൻറ്റബിൾ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഫ്ലയറോ പോസ്റ്ററോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ട്യൂട്ടോറിയൽ ചെയ്യുമോ എന്നുള്ളത്. സോ അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രിൻ്റ് റിലേറ്റഡ് ഫ്ലയർ ഡിസൈൻ എങ്ങനെ ഇല്ലുസ്ട്രേറ്റർ യൂസ് ചെയ്ത് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോ നമുക്ക് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇല്ലുസ്ട്രേറ്ററിൻ്റെ മെയിൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഫോട്ടോഷോപ്പിൻ്റെ ട്യൂട്ടോറിയൽസ് ഓൾറെഡി കണ്ടവരാണെന്ന് വിചാരിക്കുന്നു. സോ ഫോട്ടോഷോപ്പിൻ്റെ തന്നെ അഡോബിയുടെ പാർട്ടായിട്ട് വരുന്നൊരു സോഫ്റ്റ്വെയർ തന്നെയാണ് ഇല്ലുസ്ട്രേറ്റർ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ്റർഫേസും ബാക്കി കാര്യങ്ങളൊക്കെ ഏകദേശം ടൂൾസ് കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ഉള്ളൂ, ബാക്കി കാര്യങ്ങളെല്ലാം സെയിം ആയിരിക്കും. സോ ഇതാണ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ന്യൂ ഫയൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലൂ ബട്ടൺ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോട്ടോഷോപ്പിൻ്റെ പോലെ തന്നെ നമുക്ക് ആദ്യം ഒരു ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്യണം. സോ നമുക്കിവിടെ സൈസസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് A4 സൈസിലുള്ള ഒരു ഫ്ലയറാണ്, അതൊരു നോട്ടീസാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇവിടെ നമുക്ക് ഒരുപാട് പ്രീസെറ്റ്സ്, ഞാനിവിടെ റീസെൻ്റ്ലി ചെയ്തിട്ടുള്ള ഒരുപാട് പ്രീസെറ്റ്സ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് A4ൻ്റെ കറക്റ്റ് പ്രീസെറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ, A4ൻ്റെ കറക്റ്റ് സൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ചെയ്തതെങ്കിൽ ഇവിടെ എനിക്ക് A4 എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ ടോപ്പിലായിട്ട് കാണാനായിട്ട് പറ്റും. സോ ഇവിടെ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രിൻ്റ് സൈസിലുള്ള എല്ലാ പ്രീസെറ്റ്സും ഓൾറെഡി നോർമലി നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഡിസൈനേഴ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് സൈസസ് ഇവിടെ അവൈലബിൾ ആണ്. സോ അത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക, ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുകയല്ല. ഇവിടെ A4 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നമ്മൾ സൈസ് എടുത്തിട്ടുണ്ട്. സോ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ കറക്റ്റ് സൈസ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഏത് സൈസിലാണ് നിങ്ങൾക്ക് എടുക്കേണ്ടതെന്നുള്ളത് ഇവിടെ നിങ്ങളോട് ചോദിക്കും. ഇതിൽ നിങ്ങൾക്ക് ഏത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ A4 സൈസ് നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ അത് കറക്റ്റ് ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾ ഇവിടെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കറക്റ്റ് സൈസ് കിട്ടാനായിട്ട്. സോ ഇവിടെ നമ്മൾ A4 സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ കൂടുതൽ ഇതൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇവിടെ ആർട്ട് ബോർഡ് എത്ര വേണമെന്നുള്ളത്, നിങ്ങൾക്ക് എത്ര ആ ഒരു A4ൻ്റെ ഒരു സൈഡ്, നമ്മളിവിടെ ഒരു സൈഡ് മാത്രം ചെയ്യുന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ 1 കൊടുത്താണ്. നിങ്ങൾക്ക് 2 സൈഡ് ഡബിൾ സൈഡ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 പേജ് ആയിട്ട് അല്ലെങ്കിൽ 2 ആർട്ട് ബോർഡായിട്ട് നിങ്ങൾക്ക് ഇല്ലുസ്ട്രേറ്ററിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. ആൻഡ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പ്രിൻ്റ് ഡിസൈനാണ്. ഓക്കെ, സോ പ്രിൻ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമലി നമ്മൾ ഫോട്ടോഷോപ്പിൽ നമ്മളെ സ്ക്രീനിൽ സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് നമ്മൾ യൂസ് ചെയ്തിരുന്നത് RGB കളർ മോഡാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാനായിട്ട് പറ്റും. ഇവിടെ RGB കളർ മോഡാണ് നമ്മൾ സ്ക്രീനിലോട്ടുള്ള ഡിസൈൻസിന് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് അത് സ്ക്രീനിലാണ് നമുക്ക് ആ ഒരു ഔട്ട് കാണാനുള്ളത്. സോ നമുക്ക് അവിടെ RGB കളർ മോഡ് സെലക്ട് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ഒരു പ്രിൻ്റ് ഡിസൈനാണ് ചെയ്യുന്നത്. സോ ഈ ഒരു A4 ഫ്ലയർ നമുക്ക് പ്രിൻ്റ് എടുത്ത് യൂസ് ചെയ്യാനുള്ളതാണ്. സോ നമ്മളിവിടെ ഈ RGB കളർ യൂസ് ചെയ്യുന്നതിന് പകരം CMYK കളർ യൂസ് ചെയ്യണം. സോ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ CMYK എന്ന് പറയുന്നത് സയാൻ, മജന്ത, യെല്ലോ ആൻഡ് ബ്ലാക്ക് തുടങ്ങിയ കളേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു കളേഴ്സിനെയാണ് നമ്മൾ CMYK എന്നുള്ള ഒരു ഷോർട്ട് നെയിം ആക്കിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതെങ്ങനെ വർക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന മെഷീൻസിൽ CMYK കളറാണ് ഉള്ളത്. സോ നമ്മൾ RGB കളറിൽ അല്ലെങ്കിൽ RGB കളർ മോഡിൽ നമ്മൾ ഡിസൈൻ ചെയ്തൊരു വർക്ക് നമ്മൾ പ്രിൻ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പല കളേഴ്സും മിസ്സായി പോകാനും ആ ഒരു പ്രിൻ്റ് ഡിസൈൻ ചെയ്തെടുക്കുന്ന ഔട്ട് ഡള്ളാവാനും മങ്ങിയ രൂപത്തിൽ കാണാനും നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടുള്ള ആ ഒരു കളേഴ്സിൻ്റെ ആക്യുറസി കാര്യങ്ങളൊന്നും കറക്റ്റ് ആ ഒരു ഔട്ടിൽ പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടൂല. സോ ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിൻ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പ്രിൻ്റ് മെഷീൻസിൽ സപ്പോർട്ടായിട്ടുള്ള CMYK കളർ മോഡിലോട്ട് നമ്മളിത് ചേഞ്ച് ചെയ്യുന്നത്. ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ബിഗിനേഴ്സും പെട്ടുപോകുന്ന അല്ലെങ്കിൽ വിട്ടുപോകുന്ന കാര്യങ്ങളിലൊന്നാണ് ഈ ഒരു CMYK RGB എന്ന് പറയുന്നത്. സോ ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് പക്കായിട്ട് ക്ലിയർ ആക്കി തരാമെന്നുള്ള രീതിയിലാണ് നമ്മളിത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, സോ നിങ്ങൾ കളർ മോഡ് CMYK എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ്
ഇവിടെ നമ്മളോട് റെസൊല്യൂഷൻ ചോദിക്കേണ്ടത് അത് 300 തന്നെ കിടന്നാൽ മതി. വലിയ വലിയ വർക്കുകളൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ഫ്ലക്സിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, വലിയ ആർട്ട് ബോർഡ് അല്ലെങ്കിൽ വലിയ സൈസിലുള്ള വർക്കുകൾ ഫ്ലക്സ് ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ 72 കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ A4 ഒരു ചെറിയ ഒരു ആർട്ട് ബോർഡാണ്, ചെറിയ സൈസിലുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമുക്കിവിടെ 300 കൊടുത്താൽ മതി. ഓക്കെ, സോ വേറെ കാര്യങ്ങളൊന്നും നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാനൊന്നുമില്ല. ആൻഡ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ആർട്ട് ബോർഡായിട്ട് ഫോട്ടോഷോപ്പിലെ പോലെ തന്നെ ഈ ഒരു ആർട്ട് ബോർഡായിട്ട് ക്രിയേറ്റ് ചെയ്ത് വരും. ഓക്കെ, സോ ഞാൻ ഈ ഒരു ഫയലിൽ യൂസ് ചെയ്യാനുള്ള എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ മറ്റൊരു ഫയലിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ട്യൂട്ടോറിയലിൻ്റെ ലെങ്ത്ത് കുറക്കാനും ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാനും വേണ്ടിയിട്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇത്തരം ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ ഓൾറെഡി ടൈപ്പിങ്സ് കാര്യങ്ങളൊക്കെ ഈ ഫ്ലയറിൽ യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് നമുക്ക് വർക്കിലോട്ട് പോകാം. ആൻഡ് ഇല്ലുസ്ട്രേറ്ററിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വർക്ക് ഫയൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ വർക്ക് ചെയ്യാനുള്ള ഒരു ആർട്ട് ബോർഡ് എന്ന് പറയുന്നത്. ഈ വർക്കിന് നമ്മൾ ഇതല്ല ചെയ്യാനുള്ളത്. ഈ വർക്കിന് നമുക്ക് ഈ ഒരു A4 സൈസിൽ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ആർട്ട് ബോർഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ബട്ട് ഇല്ലുസ്ട്രേറ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പിൽ നമ്മൾ ഇവിടെ മാത്രം നമ്മളിങ്ങനെ വർക്ക് ചെയ്യുന്നു. ഈ ഒരു ഭാഗങ്ങളെല്ലാം നമുക്ക് ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്. ഇല്ലുസ്ട്രേറ്ററിൽ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വർക്ക് ഫയലിൽ യൂസ് ചെയ്യേണ്ട എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയും ഇനി വേറെ എന്തെങ്കിലും എലമെൻറ്റ്സ് ടൈപ്പ് ചെയ്യാനുള്ള സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് വെക്കാനും കാര്യങ്ങളൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഭാഗം കൂടി നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യാനും ഐക്കൺസ് കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമായത് അവിടെ നിന്ന് ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ വർക്ക് ഫയലിലോട്ട് ആർട്ട് ബോർഡിലോട്ട് കൊടുത്തിട്ട് യൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഒരു ഭാഗം മാത്രമായിട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വ്യൂവിൽ പോയിട്ട് ഇവിടെ ട്രിം വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സോ അത് സെലക്ട് ചെയ്താൽ ഈ ഒരു ആർട്ട് ബോർഡ് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ ബാക്കിയുള്ള ഇവിടുത്തെ എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഹൈഡായി പോയിട്ടുണ്ട്. ഓക്കെ, സോ ആ ഒരു കാര്യം ജസ്റ്റ് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ്. കാരണം ബിഗിനർ ആയിട്ടുള്ള ആളുകൾക്ക് ഫോട്ടോഷോപ്പിൽ നിന്ന് ജസ്റ്റ് ഇല്ലുസ്ട്രേറ്ററിൽ വരുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ഒരു പാർട്ടാണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കൺഫ്യൂഷനാണ്. സോ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ആ ട്രിം വ്യൂ ജസ്റ്റ് നമുക്കൊന്ന് ഒഴിവാക്കാം. ആൻഡ് നമ്മുടെ ഈ ഒരു എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ആൻഡ് ഇനി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റായിട്ട് നമുക്ക് ഇതിൽ കൊടുക്കാനുള്ള ഒരു ആങ്കറിൻ്റെ അല്ലെങ്കിൽ ഒരു ആങ്കർ എന്ന് തന്നെ പറയാം. ജസ്റ്റ് നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റിൽ ഹൈലൈറ്റ് ആയി കൊടുക്കുന്ന ഒരു ആളുടെ ഇമേജ് നമുക്കിവിടെ പ്ലേസ് ചെയ്യണം. സോ അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു ഫോൾഡറിലെല്ലാം ഫോട്ടോസ് അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഞാൻ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു ഇല്ലുസ്ട്രേറ്ററിൽ എങ്ങനെ റിമൂവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഇമേജ് തന്നെ ഞാൻ ജസ്റ്റ് ഇല്ലുസ്ട്രേറ്ററിലോട്ട് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, സോ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇമേജിന് ശരിക്കും ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. സോ അത് എങ്ങനെ റിമൂവ് ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൻഡ് ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇല്ലുസ്ട്രേറ്ററിലോട്ട് വരുന്ന സമയത്ത് ഇതൊരു വെക്റ്റർ ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, റാസ്റ്റർ ബേസ്ഡ് സോഫ്റ്റ്വെയർ, അതായത് ഒരു ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അല്ല. ഓക്കെ, ഇവിടെ ഇല്ലുസ്ട്രേറ്ററിൽ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോയിൽ കളർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനോ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനോ കളർ ഗ്രേഡിങ് ചെയ്യാനോ എന്നുള്ള ഓപ്ഷനൊന്നും ഇല്ലുസ്ട്രേറ്ററിൽ നമുക്ക് അവൈലബിൾ ആവില്ല. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നും കൂടി പറയുകയാണ്, ഫോട്ടോയിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് കട്ട് ചെയ്യാൻ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ലുസ്ട്രേറ്ററിൽ അവൈലബിൾ ഇല്ല. നമ്മൾ ഫോട്ടോഷോപ്പിൽ നമ്മൾ കളേഴ്സ് കാര്യങ്ങളും ബ്രഷ് ടൂൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ബ്രഷ് ചെയ്യാനും ബ്രഷ് ടൂള് അങ്ങനത്തെ ഒരുപാട് ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതിലും ബ്രഷ് ടൂൾ ഉണ്ട്, ബട്ട് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇതിൽ ബ്രഷ് ടൂൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഔട്ടാണ് കിട്ടുക. ഓക്കെ, ഞാൻ ജസ്റ്റ് മറ്റേ വർക്ക് ഫയലിൽ പോയിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു വർക്ക് ഫയൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ പറഞ്ഞു ഇല്ലുസ്ട്രേറ്റർ ഒരു വെക്റ്റർ ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. അതായത് ഇവിടെ നമ്മൾ ഷേപ്പിലാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഷേപ്പ്, ടെക്സ്റ്റ്, ലോഗോ ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഹൈ ക്വാളിറ്റി ഔട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഇല്ലുസ്ട്രേറ്റർ. സോ ഇവിടെ ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് വെച്ചതിൻ്റെ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഈ ഒരു ആർട്ട് ബോർഡിൽ
ഇത് നമ്മുടെ റിയൽ സൈസിലൊരു ആർട്ട് ബോർഡ് ഇങ്ങനെ ചെരിച്ച് വെച്ചതാണ്. സോ ഫുൾ സ്ക്രീനിലുള്ള ഒരു ആർട്ട് ബോർഡ് ചെരിച്ച് വെച്ചൊരു ആർട്ട് ബോർഡാണ്. ഇവിടെ ഞാൻ ഈ ഒരു ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പിങ് നമ്മൾ സൂം ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി മിസ്സാവുന്നില്ല. നമ്മൾ എത്ര സൂം ചെയ്തിട്ടും ആ ഒരു ക്വാളിറ്റി മിസ്സാവുന്നില്ല. ഓക്കെ, കറക്റ്റ് അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്കവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മൾ എത്ര സൂം ചെയ്യുന്ന സമയത്തും. ഇനി ഇതേ സൈസിൽ നമ്മൾ ഫോട്ടോഷോപ്പിൽ ഒരു ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു ടൈപ്പിങ് അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഔട്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇനി ഇവിടെ സൂം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ കുറച്ച് സൂം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി ഔട്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, കണ്ടോ, ഇവിടെ ആ ഒരു ക്വാളിറ്റി പോയി, ഇതാകെ പിക്സലായിട്ടായി പോയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇത്ര സൂം ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി പോയിട്ടുണ്ട്. ഇത്രയൊക്കെ സൂം ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ക്വാളിറ്റിൻ്റെ ഒരു കുറവ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. സെയിം സൈസാണ്, സെയിം ആർട്ട് ബോർഡാണ്. ഓക്കെ, സോ അതാണ് ഇല്ലുസ്ട്രേറ്ററിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചെയ്തിട്ട് PDF ആയിട്ട് ഔട്ട് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര സൂം കഴിഞ്ഞാലും ആ ഒരു ഇതിൻ്റെ ക്വാളിറ്റി മിസ്സായി പോവില്ല. ഓക്കെ, സോ ഇതൊന്നും മൈൻഡിൽ വെക്കാൻ ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ ഈ ഒരു കാര്യങ്ങൾ ഇവിടെ പറഞ്ഞതാണ്. ഞാൻ ഈ വർക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. ഇവിടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. ഈ ഒരു ഫോട്ടോ നിങ്ങൾ ഏത് ഫോട്ടോയും നിങ്ങൾക്ക് യൂസ് ചെയ്യും. ഈ ഒരു ഫോട്ടോ എന്ന് മാത്രമല്ല, സെയിം മെത്തേഡാണ്. ഇത്തരം ഫോട്ടോ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ എംബഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. എംബഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലുസ്ട്രേറ്റർ ഫോട്ടോഷോപ്പ് പോലെയല്ല. നമ്മൾ ഫോട്ടോഷോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഏത് ഇമേജസും ഇമേജ് ഫയലും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഇമേജ് ഫയലും കാര്യങ്ങളൊക്കെ നമ്മൾ വർക്ക് ഫയൽ ഇട്ട് കഴിഞ്ഞാൽ അത് ആ ഒരു വർക്ക് ഫയലിൽ ഓൾറെഡി ആയിട്ടുണ്ടാവും. നമ്മൾ ആ ഒരു വർക്ക് ഫയൽ സെൻഡ് ചെയ്ത് കൊടുത്താൽ വേറൊരാൾക്കും ആ ഒരു ഇമേജ് വെച്ചിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ഇല്ലുസ്ട്രേറ്ററിൽ അങ്ങനെയല്ല, ഇത് ലിങ്ക്ഡ് ഫയലായിട്ടാണുള്ളത്. നമ്മളിപ്പോൾ ഈ ഒരു ഫോട്ടോ ഈ ഒരു ആർട്ട് ബോർഡിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഫോൾഡറിൽ നിന്ന് ആ ഒരു ഇമേജ് ഡിലീറ്റ് ആയി പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ആ ഒരു ഫയൽ മിസ്സായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലുസ്ട്രേറ്ററിൽ പിന്നെ നമ്മൾ ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇമേജ് ഇവിടെ കാണാനായിട്ട് പറ്റില്ല, മിസ്സിങ് കാണിക്കും. സോ അത് ഒഴിവാക്കാനായിട്ടുള്ള ഓപ്ഷനാണ് ഈ എംബഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വിഷയം ഒഴിവാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു ഇമേജ് ഫയൽ ഈ ഒരു വർക്ക് ഫയലിൽ എംബഡ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഉദാഹരണ സഹിതം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ആയിട്ട് പോകും. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ എംബഡ് ചെയ്ത് വെച്ചു. ഓക്കെ, ഈ ഒരു ഫയൽ ഈ ഒരു ഇല്ലുസ്ട്രേറ്ററിൻ്റെ ഫയൽ വർക്ക് ഫയലിൽ എംബഡ് ആയി വെച്ചു. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അൺഎംബഡ് എന്നുള്ള ഓപ്ഷന് നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അൺഎംബഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുക്കുക. അൺഎംബഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോ ഒരു PSD ഫയലായിട്ട് സേവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. സോ നമ്മൾ ഞാനിവിടെ ഓൾറെഡി ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് അൺഎംബഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുക്കുന്നു. സോ എന്നിട്ട് യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വർക്ക് ഫയൽ നമ്മളൊരു PSD ഫയലായിട്ട് പുറത്ത് സേവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഈ ഒരു ഫയൽ നമുക്ക് ഒരിക്കലും മിസ്സായി പോകാൻ പാടില്ല, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് ഇനി ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ഇൻ ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ആ ഒരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഇമേജ് ലിങ്കായിട്ട് ഇല്ലുസ്ട്രേറ്ററിൽ നിന്ന് ഈ സെയിം ഇമേജ് അപ്പോൾ തന്നെ അത് ഫോട്ടോഷോപ്പിൽ ഓപ്പണായി വന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് ഇവിടെ നിന്നും നിങ്ങൾക്ക് സെലക്ട് കൊടുത്ത് നിങ്ങൾ നോർമലി സെലക്ട് പോവുക, സബ്ജക്റ്റ് കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി ഇല്ലുസ്ട്രേറ്റർ ആ സബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, നമ്മൾ സെലക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഇവിടെ മാസ്ക് കൊടുത്ത് നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഫോട്ടോഷോപ്പിൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് Ctrl+S പ്രസ് ചെയ്യുക. നമ്മൾ സേവ് ചെയ്യുന്ന സെയിം ഷോർട്ട് കീ Ctrl+S പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ ഫയലിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും സേവ് ആസ് അല്ല സേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഈ ഒരു വർക്ക് ഫയൽ നമ്മൾ നേരത്തെ സേവ് ചെയ്ത് കഴിഞ്ഞു. സോ ആ ഒരു വർക്ക് ഫയലാണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. സോ സേവ് ചെയ്ത് കഴിഞ്ഞു.
ഇനി നമ്മൾ ഇല്ലുസ്ട്രേറ്ററിൽ പോകുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അഡോബ് ഇല്ലുസ്ട്രേറ്ററിൻ്റെ ഒരു ബോക്സ് ഇവിടെ വന്നിട്ടുണ്ട്. സം ഫയൽസ് ആർ മിസ്സിംഗ് ഓർ മോഡിഫൈഡ്. നമ്മൾ ആ ഒരു ഫയലിൽ നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇൻ ദ ലിങ്ക്സ് പാനൽ. അതായത് നമ്മൾ ലിങ്ക് ആയിട്ടാണ് വർക്ക് ആവുന്നത് പറഞ്ഞു. അതിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരണോ എന്നുള്ളത് ചോദിക്കുകയാണ്. സോ നമ്മൾ ജസ്റ്റ് എസ് കൊടുക്കുക. സോ സിമ്പിളായിട്ട് ഈ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ റിമൂവ് ചെയ്തു. സോ ഇങ്ങനെയാണ് ഇല്ലുസ്ട്രേറ്ററിൽ നമ്മൾ വർക്ക് ആവുക. നമ്മൾ ഫോട്ടോയിലെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എഡിറ്റ് ഫോട്ടോഷോപ്പ് കൊടുത്തിട്ട് നേരെ ഫോട്ടോഷോപ്പിൽ പോവുക. എന്നിട്ട് അതിൽ നമുക്ക് ഷാഡോസ് കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പിൽ വന്നിട്ട് ആഡ് ചെയ്താൽ മതി. നിങ്ങളവിടെ എഡിറ്റ് ഫോട്ടോഷോപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ ഇനി എന്ത് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാലും ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബോക്സ് കാണിക്കും. എസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ മാറ്റം വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ ഇവിടെയും ചേഞ്ച് ആവും. ഓക്കെ, സോ അത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കാം. ആൻഡ് നമ്മൾ ഈ ഒരു ഫോട്ടോ വീഡിയോ കുറച്ച് ലെങ്തായി പോകുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഇവിടെ ഈ ഒരാളുടെ ഫോട്ടോ, ഇത് നമ്മുടെ റിയൽ ക്ലയൻ്റാണ്. നമ്മൾ റിയൽ ആയിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്കാണ്, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള വർക്കാണ്. അത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു A4 സൈസിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാമെന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ ഏകദേശം ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു ഇമേജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് ഇവിടെ ഇങ്ങനൊരു ഷേപ്പ് വരക്കണം. ഇവിടെ ഈ ഒരു അടിഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഇത്രയേ ഭാഗമേ ഉള്ളൂ, എഡ്ജസ് ഇത്രയേ ഉള്ളൂ. സോ ഇവിടെ അടിഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് വരക്കണം. അതിനായിട്ട് നമ്മൾ പെൻ ടൂൾ സെലക്ട് ചെയ്യുന്നു. പെൻ ടൂൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കാര്യങ്ങളൊക്കെ ഒരുപാട് ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. ഇനി നമ്മുടെ രീതിയിൽ ഒരു ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട അപ്കമിങ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട ട്യൂട്ടോറിയൽസ്, നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ട്യൂട്ടോറിയൽ ചെയ്ത പോലെ തന്നെ നമ്മുടെ സമയത്തിനനുസരിച്ച് നമ്മൾ ട്യൂട്ടോറിയൽ ചെയ്യുന്നതാണ്. ഇനി നമ്മൾ പെൻ ടൂൾ യൂസ് ചെയ്ത് ഇവിടെ ഇങ്ങനൊരു ഷേപ്പ് വരക്കുന്നു. ഓൾട്ട് പ്രസ് ചെയ്ത് ഈ ഒരു കീ ഇങ്ങോട്ട് കൊടുത്ത് ഇതിങ്ങനെ വരയ്ക്കാൻ പെൻ ടൂൾ അറിയൽ നിർബന്ധമാണ്. ഓക്കെ, പെൻ ടൂൾ അറിയാത്തവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഷേപ്പ് യൂസ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത് യൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ ഒരു ഷേപ്പ് ലെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഒരു ഷേപ്പ് നമ്മളവിടെ കൊടുത്തു. ഇവിടെ ഈ ഒരു ആർട്ട് ബോർഡിന് പുറത്തേക്ക് ഈ ഒരു ഷേപ്പ് ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ടാവും. ബട്ട് അത് നിങ്ങൾ പ്രശ്നമാക്കേണ്ട, അതിൽ നിങ്ങൾ ബോധപ്പെടേണ്ട ആവശ്യമില്ല. അത് അവിടെ അങ്ങനെ കിടന്നോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ആർട്ട് ബോർഡിന് പുറത്തേക്കുള്ള ഭാഗങ്ങൾ നമുക്ക് ഔട്ടിൽ വരില്ല. ഇവിടെ ജസ്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവും. അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വ്യൂവിൽ വന്ന് ട്രിം വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു പുറത്തേക്കുള്ള ഭാഗങ്ങൾ കട്ടായി പോയിട്ടുണ്ട്. ഓക്കെ, ട്രിമ്മായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ അവിടെ ആ ഒരു ട്രിം വ്യൂ ഒഴിവാക്കുന്നു, ഇങ്ങനെ കൊടുക്കുന്നു. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രിം വ്യൂ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആളുടെ ഫോട്ടോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. ഈ ഒരു ഷേപ്പ് ലെയറും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. ആൻഡ് ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം. സോ അതിനായിട്ട് നമുക്ക് ഇവരുടെ ലോഗോൻ്റെ കളർ തന്നെ പ്ലേസ് ചെയ്യാം. സോ അതിനായിട്ട് നമ്മൾ അതിന് മുമ്പ് ഈ ഒരു ലോഗോ അങ്ങോട്ട് പ്ലേസ് ചെയ്യണം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് തവണ സോ എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഒരുപാട് പേര് കമൻറ്റിൽ അത് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബട്ട് നമ്മുടെ പ്രസൻറ്റേഷനിൽ ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്നൊരു കാര്യമാണ്. ഞാൻ മാറ്റാനായിട്ട് പല തവണ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് എന്നാലും അത് ഓട്ടോമാറ്റിക്കലി കയറി കൂടി വരുന്നതാണ്. സോ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് നമ്മളിവിടെ ലോഗോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ കളർ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനായിട്ട് ഈ ഒരു റെക്റ്റാങ്കിൾ ടൂൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കീബോർഡിൽ ഐ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഐ ഡ്രോപ്പർ ടൂൾ എനേബിൾ ആയത് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് സ്ക്രീനിൽ എവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു കളറ് നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടും. നമ്മളിവിടെ ലോഗോയിൽ പ്രസ് ചെയ്യണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കളറിൽ വന്നു കഴിഞ്ഞാൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഏത് കളറും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഡാർക്ക്
കളറിലോട്ട് ആക്കുകയാണ്. ഇവിടുത്തെ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഡാർക്ക് കളർ ചൂസ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഷേപ്പ് ലെയറിൻ്റെ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ലെയറിൻ്റെ ഈ ഷേപ്പ് ലെയറിൻ്റെ കോപ്പി എടുക്കണം. കോപ്പി എടുക്കാനായിട്ട് നമ്മൾ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു കോപ്പി എടുക്കുകയാണ്. ഓക്കെ, അതിൻ്റെ കോപ്പി എടുത്തിട്ടുണ്ട്. സെയിം കളർ ആയതുകൊണ്ടാണ് കാണാത്തത്. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ഈ ഒരു കളറിലോട്ട് ഒരു ചെറിയ രീതിയിൽ വരുന്ന ഈ ഒരു കളറിലോട്ട് ഞാൻ ഈ കോപ്പി എടുത്ത ഷേപ്പിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ കോപ്പി നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ഒരു കോപ്പി എടുത്ത ലെയറിനെ ഈ 2 ലെയറിൻ്റെയും ബാക്കൗട്ടേക്ക് ആക്കണം. അതിനായിട്ട് നമുക്ക് ലെയർ ബാക്കൗട്ട് കൊണ്ടുവിടാനായിട്ട് ഒന്നെങ്കിൽ ഇവിടെ ഫോട്ടോഷോപ്പ് പോലെയല്ല, നിങ്ങൾക്ക് ഇവിടെ ലെയർ ബൈ ലെയർ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഇവിടെ കാണില്ല. സോ നിങ്ങളിവിടെ ലെയർ ഇവിടെ നിങ്ങൾ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ലെയർ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമ്മളെല്ലാം ഒരു സിംഗിൾ ലെയറിലാണ് ഇത്രയും ലെയറായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ലെയർ 1 എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണാനായിട്ട് പറ്റും. സോ അതിനെയും ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള ലെയേഴ്സ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇവിടെ ഈ ഒരു ടോപ്പിലായിട്ട് ഈ ഒരു ലെയർ നിൽക്കുന്നത് കാണാനായിട്ടും അതിനെ ബാക്കൗട്ടേക്ക് ആക്കാനായിട്ട് കൺട്രോൾ ഓപ്പൺ ബ്രാക്കറ്റ്, അതായത് സ്ക്വയർ രീതിയിലുള്ളൊരു ഓപ്പൺ ബ്രാക്കറ്റ് ഉണ്ടാവും. ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കൗട്ട് പോകുന്നത് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡ്രാഗ് ചെയ്ത് ബാക്കൗട്ടൊക്കെ ആക്കിയാലും മതി. സോ ഞാൻ 2 ലെയർ ബാക്കൗട്ട് ആക്കിയിട്ട് ഏറ്റവും താഴെ ആ ഒരു ലെയർ പ്ലേസ് ചെയ്യുന്നു. അതായത് ഈ ഒരു ഇമേജിനും പിറകിലായിട്ട് ഈ ഒരു ലെയർ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ചെറിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യിക്കാണ്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഇതിൻ്റെ ബ്ലൂ ഒന്നും കൂടി ഒരു ലോഗോ കളറിനോട് സാമ്യം വരുന്ന രീതിയിലുള്ളൊരു കളറിലോട്ട് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, സോ ഇത്രയും ഒരു ഡിസൈൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഇതിൽ നിന്നും നമ്മൾ ടൈപ്പിങ്സ് എടുത്ത് കൊടുക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു മെയിൻ കോപ്പി നമുക്കിവിടെ ആഡ് ചെയ്യണം. സോ അതിനായിട്ട് നമ്മളിവിടെ Ctrl+C കൊടുത്തിട്ട് നമ്മളിവിടെ Ctrl+V പ്രസ് ചെയ്താൽ മതി. സോ ഇവിടെ Ctrl+C കൊടുക്കുന്നു, കോപ്പി ചെയ്യുന്നു, ആൻഡ് ഇവിടെ Ctrl+V പ്രസ് ചെയ്ത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്തു. സോ സൈസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിതിൻ്റെ ലെറ്റർ സ്പേസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അതിന് ഫോട്ടോഷോപ്പിലെ സെയിം ഓപ്ഷൻ തന്നെയാണ്. ഓക്കെ, ഇല്ലെങ്കിൽ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ആരോ കീസ് യൂസ് ചെയ്താൽ മതി. അപ്പ് ആൻഡ് ഡൗൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓൾട്ട് പ്രസ് ചെയ്ത് ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഫോട്ടോഷോപ്പിൻ്റെ വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ കൂടുതൽ ടൈപ്പോഗ്രഫി എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ഓക്കെ, നമ്മളവിടെ ആ ഒരു കോപ്പിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇമേജിനെ കുറച്ചും കൂടി നമുക്ക് ഇങ്ങോട്ട് നീക്കി കൊടുക്കാം. ആ 2 ലെയറിനെയും ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. ഓക്കെ, നമുക്ക് ഈ കോപ്പിയെ ഒന്നും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇത്ര റൊട്ടേഷൻ വേണ്ട. ഇനി അറബിക് എന്നുള്ളതിന് മൊത്തത്തിൽ നമ്മളൊരു ഗ്രേ കളറിലോട്ട് ചേഞ്ച് ചെയ്യുന്നു. ഫുൾ ബ്ലാക്കിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊരു ഗ്രേ കളർ ആക്കിയിട്ട് ചേഞ്ച് ചെയ്യുന്നു. ഞാനിവിടെ അറബിക് പഠിക്കാം എന്നുള്ളത് നമുക്ക് ബ്ലൂ ആക്കണം. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട കളറിലോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. സോ ഇവിടെ ഈ ഒരു ഇനി എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൈസ് ഒന്ന് കുറക്കണം. ഇവിടെ വന്നിട്ട് മൗസ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ അവിടെ വാല്യൂസ് ചേഞ്ച് ചെയ്ത് കൊടുത്താലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു ഭാഗങ്ങളൊക്കെ ഈ ക്യാരക്ടർ പാനൽ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളതിൽ ഡിഫറെൻറ്റ് ഏരിയാസിലാവും നിൽക്കുന്നത്. ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് വിൻഡോസിൽ
വർക്ക് സ്പേസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ എസെൻഷ്യൽ ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈ ഒരു വർക്ക് സ്പേസിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. നിങ്ങളും ഈ ഒരു വർക്ക് സ്പേസിലോട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എന്നോട് സാമ്യമുള്ള രീതിയിലുള്ളൊരു ഇൻ്റർഫേസ് നിങ്ങൾക്കും അവിടെ ലഭിക്കും. സോ ഇവിടെ അറബിക് പഠിക്കാമെന്നുള്ളത് ഞാൻ ഒന്ന് വലുതാക്കി കൊടുക്കുന്നു, സൈസ് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് വാട്സപ്പിലൂടെ എന്നുള്ളതും നമുക്ക് ജസ്റ്റ് ഈ ഒരു സ്റ്റൈലിലോട്ട് കൊണ്ടുവരണം. അതിനായിട്ട് നമ്മളും ആ ഒരു കളറിലോട്ട് ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ ആ ഒരു ടെക്സ്റ്റിൻ്റെ കളറ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് ഒരു റൊട്ടേഷൻ കൊടുക്കണം. അതിനായിട്ട് ഇവിടെ ഈ ഒരു ടെക്സ്റ്റ് ലെയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൊട്ടേഷൻ ചെറുതായിട്ട് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ചെറിയ റൊട്ടേഷൻ കൊടുത്താൽ മതി. ഒരു ഇമേജിനെ നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി കൊണ്ട് ഇവിടെ ഒരു സ്പേസ് കിട്ടാൻ, ഒരു ബ്രീത്തിങ് സ്പേസ്, ഒരു വൈറ്റ് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു ഇമേജിനെ ഇങ്ങോട്ടും താഴോട്ടൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, സോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ്ഡായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് കോപ്പിയെ കുറച്ചും കൂടി നമ്മൾ മുകളിലോട്ട് ആക്കുകയാണ്. നമുക്ക് ഇവിടെ ഒരു കണ്ടൻറ്റ് ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ, സോ ഇത്തരം രീതിയിൽ നമ്മളൊരു പ്ലെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യണം. സോ പെട്ടെന്ന് ഞാൻ ആഡ് ചെയ്ത് പോകുന്നുണ്ട്, ടെക്സ്റ്റ് കണ്ടൻറ്റ് ആയതുകൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ സ്റ്റാർട്ട് യുവർ അറബിക് ലേണിംഗ് ജേണി വിത്ത് അസ് ഫ്രം ദ കംഫോർട്ട് ഓഫ് യുവർ ഫോൺ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. ഇവിടെ കൊണ്ടുപോയി Ctrl+V പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ഇതാണ് നമ്മുടെ മെയിൻ ടെക്സ്റ്റ്, മെയിൻ ഹെഡിങ് ഇതാണ്, മെയിൻ കോപ്പി ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ഇതാണ്. ആളുകളുടെ ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനൊരു സബ്ബായിട്ട് അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു ഇതാണ് ഇതുള്ളത്. നമുക്കിതൊരു റിയൽ വർക്കാണ്, ക്ലയൻറ്റ് തന്നിട്ടുള്ള കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഇതുപോലെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. സോ ഈ രീതിയിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് അതിൻ്റെ ടെക്സ്റ്റിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇതാണ് ആ ഒരു നോട്ടീസ് കാണുന്ന ഒരാൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കപ്പെടേണ്ടത് ഈ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് ഇത്ര സൈസിൽ കൊടുക്കുന്നത്. ആൻഡ് അത് ശ്രദ്ധിച്ചതിന് ശേഷം അതെന്താണെന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് ഇവിടെ ഒരു സബ്ബായിട്ട് നമ്മൾ ഇതും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ A4 ഷീറ്റിൽ A4 സൈസിൽ നിങ്ങൾ ഈ ഒരു ടെക്സ്റ്റ് കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ സൈസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ടെക്സ്റ്റിൻ്റെ സൈസിൽ നിങ്ങൾ 12 PT, ഇവിടെ ഇപ്പോൾ 18-21 PT ഉണ്ട് ഇത്ര സൈസിലുള്ള ഈ ഒരു ടെക്സ്റ്റ്. അത് 12 PTയിലോട്ടും താഴെ പോവാത്ത രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഒരു മിനിമം ഒരാൾക്കൊരു A4 ഫ്ലയർ നോക്കുന്ന സമയത്തൊരു വായിക്കാൻ ഒരു കൂളായിട്ട് നല്ല രീതിയിൽ വായിക്കാൻ 12 സൈസെങ്കിലും കൊടുക്കുന്നതാണ് ഒരു സ്റ്റാൻഡേർഡ് സൈസ്. ഇനി അതിനും താഴെ പോകണമെങ്കിൽ ഒരു 8നും താഴെ നിങ്ങൾ പോവാത്തായിട്ട് നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കണം. കൂടുതൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലയർ ഭയങ്കര റീഡബിലിറ്റി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടാവും. സോ ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കാം. ആൻഡ് നമ്മൾ ഇനി നെക്സ്റ്റ് ആയിട്ട് ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാണ്. അതിനായിട്ട് നമുക്കിവിടെ കോഴ്സസ് ഏതെല്ലാം എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമുക്കിവിടെ ഒരു ബോക്സ് വരച്ചിട്ട് അതിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഞാനായിട്ട് നമ്മളിവിടെ ഒരു ബോക്സ് വരക്കുന്നു. ജസ്റ്റ് അതിൻ്റെ റൗണ്ട് അടിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോട്ടോഷോപ്പ് ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു എഡ്ജ് റൗണ്ട് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ഈ നോട്ട്സ് യൂസ് ചെയ്തിട്ട് എഡ്ജ് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യുന്നു. ആൻഡ് സെലക്ഷൻ ടൂൾ എടുക്കുന്നു. ആൻഡ് ഇതിൻ്റെ കളറ് നമുക്ക് ഐ പിക്കർ ടൂൾ യൂസ് ചെയ്തിട്ട് ഇങ്ങനൊരു കളർ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിനൊരു ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഡിഫറൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു കളർ തന്നെ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഡാർക്ക് കളറാക്കിയിട്ട് കൊടുക്കുന്നു. ഓക്കെ, സോ ഒരു ബാക്ക്ഗ്രൗണ്ടിലത്തെ ഈ ഒരു ഷേപ്പിൽ നിന്ന് ജസ്റ്റ് ആ ഒരു ബോക്സ് അവിടെ സെപ്പറേറ്റ് ആയി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഡാർക്ക് ആക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്കിത് കുറച്ചൊന്ന് താഴ്ത്തി വെക്കാം.
ഇനി നമുക്ക് 2 കോഴ്സസാണ് ഇവിടെ ആഡ് ചെയ്യാനുള്ളത്. നമ്മൾ ഓൾറെഡി ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ ഒരു കോഴ്സസുകൾ നമ്മളിവിടെ രണ്ടും Ctrl+C പ്രസ് ചെയ്ത് കോപ്പി ചെയ്തിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മളിവിടെ സെലക്ട് സൈസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുന്നു. അത്യാവശ്യം സൈസിൽ ഇത് ഉണ്ടായിക്കോട്ടെ, കാരണം ഈ ഒരു പോസ്റ്റർ കാണുന്ന ഒരാൾക്ക് മെയിൻലി ഇവിടുത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സസുള്ള സ്റ്റുഡൻസിനെ ആഡ് ചെയ്യുക അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കോഴ്സസിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിനെക്കാട്ടും കൂടുതൽ ആ ഒരു കോഴ്സസ് ഏതാണെന്നുള്ളത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് ബാക്കി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. കോഴ്സസ് ഏതാണെന്നുള്ള വിസിബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കി ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും നമ്മൾ എത്ര കോപ്പീസ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടും കാര്യമില്ല. നമ്മുടെ മെയിൻലി ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ 2 കോഴ്സസ് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് 2 ബുള്ളറ്റ് പോയിന്റ്സ് ആഡ് ചെയ്യണം. സോ അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു ഷേപ്പ് ടൂൾ പോയി കഴിഞ്ഞ് ഈ റെക്റ്റാങ്കിൾ ടൂളിൽ പോയി കഴിഞ്ഞ് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് ടൂളുണ്ട്. റെക്റ്റാങ്കിൾ, റൗണ്ട്, എലിപ്സ്, പോളിഗൺ, സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അത് പോളിഗൺ ടൂൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അത് സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ പ്രസ് ചെയ്തിട്ട് ഇവിടെ 6 സൈഡിൽ നിന്നുണ്ട് അതൊരു 3 സൈഡാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് നമുക്കവിടെ കിട്ടും. സോ നിങ്ങളിവിടെ കാണാനായിട്ട് പറ്റും ഒരു റെക്റ്റാങ്കിൾ നമുക്കവിടെ കിട്ടിയത്. അല്ല, റെക്റ്റാങ്കിളല്ല, ട്രയാങ്കിൾ, ഒരു ത്രികോണം നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ആ ഒരു ഇതിനെ നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് താഴോട്ട് കൊണ്ടുവരുന്നു. താഴെ നമ്മൾ ഈ ഒരു ഷേപ്പിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവന്ന് ജസ്റ്റ് ഓൾട്ട് പ്രസ് ചെയ്ത് മൗസ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂമും സൂം ഔട്ടും ചെയ്യാൻ പറ്റും, ഫോട്ടോഷോപ്പിലെ പോലെ തന്നെ. ഓക്കെ, സോ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞ് ഒരു അലൈൻമെൻറ്റ് തെറ്റി പോകാനുള്ള ഇതുണ്ട്. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് തന്നെ ഓൾട്ട് പ്രസ് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് കോപ്പി എടുത്ത് താഴോട്ട് ഡ്രാഗ് ചെയ്ത് ഇവിടെയും കൊടുത്തു. ഓക്കെ, സോ നമുക്കിത് ഗ്രൂപ്പ് ചെയ്യാനായിട്ട്, ഗ്രൂപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഒക്കെ കൂടി സെലക്ട് ചെയ്യാം. ഇതും സെലക്ട് ചെയ്തു, രണ്ടും സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം Ctrl+G പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇത് മൊത്തത്തിൽ ഒറ്റ ക്ലിക്കത്തിൻ്റെ ഇതെല്ലതും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നമ്മൾ Ctrl+Z പ്രസ് ചെയ്ത് അതിൻ്റെ ഒരു പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, കോഴ്സസ് കാര്യങ്ങളിപ്പോൾ അത്യാവശ്യം നമ്മൾ ഹൈലൈറ്റ് ആയി കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് അതിനൊരു സ്പേസ് കിട്ടുന്ന രീതിയിൽ നമ്മൾ ബോക്സും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കോഴ്സസ് വി ഓഫർ എന്ന് പറഞ്ഞിട്ട് അതിലേക്കൊരു ഈ ഒരു ബോക്സിനൊരു ഹെഡ് എന്ന രീതിയിൽ ഇവിടെ ഒരു വേറൊരു ബോക്സ് നമുക്ക് ആഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു, സൂം ചെയ്യുന്നു, ഇവിടെ ഒരു ബോക്സ് നമ്മൾ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യുന്നു. ഈ ഒരു ബോക്സിന്, അതായത് ഈ താഴെയുള്ളൊരു ബോക്സിന് ഒരു ഹെഡിങ് കൊടുക്കാനായിട്ട് സോ ജസ്റ്റ് ഇവിടെ അലൈൻ ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നു. ഓക്കെ, ഇനി അതിൻ്റെ കളറ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് ഡിഫറെൻറ്റ് തോന്നുന്ന രീതിയിൽ അതിൻ്റെ കളർ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. സോ നമ്മളിവിടെ ഈ ഒരു ഷേപ്പ് ഇത്ര ഒരു ലെങ്ത് നമുക്ക് വേണ്ട, ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് മുകളിലായിട്ട് നമ്മൾ കൊടുക്കുന്നു. ഇവിടെ ഒരു റൗണ്ട്, ഈ ഒരു ഭാഗത്തെ റൗണ്ട് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് താഴത്തേതിൻ്റെ റൗണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, സോ ഇങ്ങനൊരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കോഴ്സസ് വി ഓഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിങ് കൊടുക്കണം. സോ അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്, ഓഫർ എന്ന് പറഞ്ഞ് നമ്മളൊരു ഹെഡിങ് അവിടെ ടൈപ്പ് ചെയ്യുന്നു. ആൻഡ് നമുക്കിത്
ഒരു ബോൾഡ് ആയിട്ടുള്ള ടൈപ്പോഗ്രഫി കൊടുക്കണം. സോ നമ്മൾ ഈ ഒരു ഫോണ്ടിന് യൂസ് ചെയ്തിട്ടുള്ള സെയിം ടൈപ്പോഗ്രഫി തന്നെ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നു. സോ അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഓൾട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഐ ഡ്രോപ്പ് ടൂൾ എനേബിൾ ആവും. സോ നമ്മൾ കളർ ചൂസ് ചെയ്യാൻ എനേബിൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ജസ്റ്റ് അത് ചൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ലെയറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. സോ ആ ഒരു ടെക്സ്റ്റ് സ്റ്റൈൽ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിലോട്ട് കൊണ്ടുവരാനായിട്ട് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഏത് ടെക്സ്റ്റ് സ്റ്റൈലാണോ നമുക്ക് വേണ്ടത് ആ ഒരു ടെക്സ്റ്റ് പോയിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ നമ്മളിവിടെ ഒരു ഹെഡ്ലൈനും നമ്മളിവിടെ കൊടുക്കുന്നു. ഓക്കെ, കോഴ്സസ് വി ഓഫർ. ഓക്കെ, കളർ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ലോഗോൻ്റെ കളർ തീമിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വൈറ്റും ബ്ലൂവും ആണ് നമ്മൾ ഈ ഒരു ഫയറിൽ യൂസ് ചെയ്യുന്ന കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതുകൊണ്ടാണ് നമ്മൾ വേറെ ഒരുപാട് കളേഴ്സ് യൂസ് ചെയ്യാത്തത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യാത്തത്, മൾട്ടിപ്പിൾ കളേഴ്സ് യൂസ് ചെയ്യാത്തത് അതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ ബ്രാൻഡ് കളറിൽ ആയിരിക്കണം നമ്മൾ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, സോ അത് നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ താഴെ കുറച്ച് 3 ഓപ്ഷൻസും, അതായത് ഈ ഒരു കോഴ്സിനെ ഹൈലൈറ്റ് ആയി കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫീച്ചേഴ്സ്, കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 100% ഓൺലൈൻ ക്ലാസ്സസ്, ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ, യു ചൂസ് ദ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഇത് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈസി ആക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ പ്രോസസ്സ് ഈസി ആക്കാൻ വേണ്ടിയിട്ട്. സോ അതിനായിട്ട് നമ്മളിവിടെ ഇത് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു. സോ സൈസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് 3 ഇവിടെ കൊടുക്കാനുള്ളത്. സോ 3 ഇവിടെ പോകുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു ഇത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, നിങ്ങളുടെ കണ്ടൻസ്, നിങ്ങളുടെ വർക്കിലെ കണ്ടൻസ് കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ ഇത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നില്ല. ഇവിടെ എനിക്ക് വന്നിട്ടുള്ള ഈ ഒരു ക്ലയൻറ്റ് റിക്വയർമെൻറ്റ്സിൽ ഇത്രയും കണ്ടൻസ് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കാനുള്ളത്. സിമ്പിളായിട്ടുള്ള കണ്ടൻസ് കാര്യങ്ങളുള്ളൂ. സോ അതിനനുസരിച്ചുള്ള ഒരു സ്പേസിങ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഓരോ എലമെൻറ്റ്സിനും ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങളും ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ആ ഒരു 100% എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഇങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ട് കൊടുക്കുന്നതിന് പകരം ഇവിടെ നമുക്കതൊരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലായിട്ട് കൊടുക്കാം, അതായത് ഒരു ഔട്ട്ലൈൻ റെക്റ്റാങ്കിൾ. സോ അതിനായിട്ട് നമ്മളിവിടെ ഒരു റെക്റ്റാങ്കിൾ വരക്കുന്നു. നമുക്ക് ഈ ഒരു ഫിൽ കളർ ഒഴിവാക്കാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണും. ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കാണും. ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങളുടെ ഈ ഒരു ഇതാണ് ഫിൽ കളർ, ഇതാണ് സ്ട്രോക്ക് കളർ. സ്ട്രോക്ക് കളർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഈ ഫിൽ കളറിൽ നമ്മൾ ഇവിടുത്തെ നോ കളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫിൽ കളർ അവിടെ പോയിട്ടുണ്ട്. റെക്റ്റാങ്കിൾ അവിടെ ഉണ്ട്, അതിൻ്റെ ആ ഒരു ഫിൽ കളർ പോയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രോക്ക് കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രോക്ക് കളർ ചൂസ് ചെയ്യാം. ജസ്റ്റ് സ്ട്രോക്ക് കളർ ചൂസ് ചെയ്യാം ആൻഡ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്കിന് ഏത് കളർ കൊടുക്കണം എന്നുള്ള അവിടെ ഓപ്ഷൻ വരും. നമുക്കവിടെ വൈറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു വൈറ്റ് ബോർഡർ ലൈൻ അവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ അത് ഓക്കെ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു സ്ട്രോക്കിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്ട്രോക്കിൻ്റെ സൈസ് കൂട്ടാം കുറക്കാം. ഓക്കെ, സോ ഞാനിവിടെ 1 തന്നെ കൊടുക്കുന്നു, 1 കൊടുക്കുന്നു. ആൻഡ് ഈ ഒരു ഭാഗത്തുള്ള ഈ നോട്ട്സ് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു റൗണ്ടഡ് റെക്റ്റാങ്കിൾ കിട്ടും. സോ അതും നമ്മളവിടെ ചൂസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ നമ്മുടെ റൗണ്ടഡ് റെക്റ്റാങ്കിൾസ് കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റൗണ്ടഡ് റെക്റ്റാങ്കിളിൻ്റെ ഒരു കോപ്പി എടുക്കണം. 2 കോപ്പീസ് എടുക്കണം. ഇവിടെയുമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. സോ അതിനായിട്ട് അവിടെ റൗണ്ടഡ് കോപ്പീസ് എടുക്കുന്നു, കോപ്പി എടുക്കുന്നു. ഓൾട്ട് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി കിട്ടും. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ഇത് 3 നമുക്ക് സെയിം ലെങ്ത്തിലും ഇതിലും ആക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 3 കൂടി സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഈ ഒരു ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒരേ ലൈനിൽ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. സെൻറ്ററാക്കി കഴിഞ്ഞാൽ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാതും കൂടി ഒറ്റ സെൻറ്ററിലോട്ട് ആവും, ലൈൻ ആവും. ഈ ആർട്ട് ബോർഡിൻ്റെ സെൻറ്ററിലോട്ട് 3 കൂടി സെൻറ്ററിലോട്ട് വരും. അത് പ്രസ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ വെർട്ടിക്കൽ അലൈന് സെൻറ്റർ ചെയ്യുക. ആൻഡ് നമുക്ക് ഇവിടെ ഈ ഒരു വെർട്ടിക്കൽ അലൈൻമെൻറ്റ് ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 3 ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാനത് മറ്റൊരു രീതിയിൽ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത് രണ്ടും ഒരു
സ്പേസ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു സ്പേസ് ഡിഫറൻറ്റ് പറഞ്ഞ ഒന്നാണ്. ഇവിടെ നമുക്ക് ഡിഫറൻറ്റ് ഉണ്ട്. ഇനി നമുക്കത് കറക്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ 3ൻ്റെ ഇടയിലുള്ള കറക്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് 3ഉം കൂടി സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂട്ട് സെൻറ്റർ, അതായത് നമുക്കിപ്പോൾ ഹൊറിസോണ്ടലാണ് കറക്റ്റ് ചെയ്യേണ്ടി, ഇവിടെയാണ് സെലക്ട് ചെയ്യേണ്ടി. ഇനിയിപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെർട്ടിക്കൽ കൊടുത്താൽ മതി. ഇവിടെ ആയതുകൊണ്ട് ഇതിങ്ങനെ 3 ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു സെൻട്രൽ അലൈൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇത് രണ്ടിൻ്റെയും സ്പേസ് ഇവിടെ കറക്റ്റായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതുകൂടി സെലക്ട് ചെയ്തിട്ട് ഒരു സെൻറ്ററായിട്ടൊരു വൃത്തിക്ക് തോന്നുന്ന രീതിയിൽ നമ്മളൊരു ഫ്രെയിം സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു വർക്ക് ഫയൽസ് കൊണ്ടുവന്ന് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു 3ഉം സെൻറ്റർ ആക്കാനായിട്ട് 3ഉം കൂടി സെലക്ട് ചെയ്തിട്ട് Ctrl+G പ്രസ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഒരു സെൻട്രൽ അലൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 3 റെക്റ്റാങ്കിളും ഇപ്പോൾ ഒരു ആർട്ട് ബോർഡിൻ്റെ സെൻറ്റർ ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി അതിനനുസരിച്ചിട്ട് ഈ ഒരു ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. നമുക്ക് വേറെ 2 ടെക്സ്റ്റും കൂടി ഇങ്ങോട്ട് ആഡ് ചെയ്യാനുണ്ട്. സോ ആ ഒരു ടെക്സ്റ്റ് കൂടി നമ്മളിവിടെ ആഡ് ചെയ്യാണ്. ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ ഉള്ള ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ Ctrl+C പ്രസ് ചെയ്ത് ഈ ഒരു ആർട്ട് ബോർഡിലോട്ട് കൊണ്ടുവരുന്നു. Ctrl+V ആയിട്ട് നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇവിടെ കറക്റ്റായിട്ട് ഈ ഒരു ബോക്സിൽ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ഈ ലൈവ് ഇൻസ്ട്രക്ഷൻസ് എന്നുള്ളത് Ctrl+C പ്രസ് ചെയ്ത് Ctrl+V പ്രസ് ചെയ്ത് നമ്മൾ പേസ്റ്റ് ചെയ്തു. ഇത് കൊണ്ടുവന്ന് സെൻട്രൽ പ്ലേസ് ചെയ്തു. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലേയേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ മൂവ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലോക്ക് ചെയ്യാനുള്ള ഷോർട്ട് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Ctrl+2 പ്രസ് ചെയ്താൽ മതി. സോ ആ ഒരു ലെയറോടെ ലോക്കായിട്ടുണ്ട്. ഈ ഒരു ലെയർ ലോക്കായിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ ലെയറും കൂടി ലോക്കാക്കാം. അതിനായിട്ട് അതും ക്ലിക്ക് ചെയ്തിട്ട് Ctrl+2 പ്രസ് ചെയ്യുക. ഏത് ലെയറാണ് നിങ്ങൾക്ക് ലോക്കാക്കേണ്ടത് അത് നിങ്ങൾക്ക് Ctrl+2 പ്രസ് ചെയ്തിട്ട് ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഈ ഒരു ലെയർ ലോക്ക് ചെയ്യാം. സോ ഇനിയിപ്പോൾ അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ലെയർ പാനൽ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ലെയർ ഇവിടെ ലോക്കായത് എന്നുള്ള ഇവിടെ കാണാനായിട്ട് പറ്റും. സോ ഫോട്ടോഷോപ്പിലെ പോലെ തന്നെ ലോക്കും അൺലോക്കും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. ആൻഡ് വിസിബിലിറ്റിയും നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ടൂൾ എനേബിളും ഡിസേബിളും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മളിവിടെ ഇതിനെ കറക്റ്റ് അലൈൻ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഒരു കോൾ ടു ആക്ഷൻ ഒരു സെൻറ്റൻസ് ചെറുതായിട്ട് നമുക്ക് ലിമിറ്റഡ് സീറ്റ് അവൈലബിൾ ബുക്ക് യുവർ സ്പോട്ട് നൗ, അതായത് ആളുകളെ അപ്പോൾ തന്നെ കോൾ ചെയ്യാനും ഒരു കോൾ ടു ആക്ഷൻ ആളുകൾക്ക് ഒരു ആക്ഷൻ എടുക്കാനുള്ളൊരു സാധനം നമ്മളൊരു ടെക്സ്റ്റ് കണ്ടന്റ്. ഞാൻ കണ്ടന്റ് ബേസ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുള്ള കാരണം നിങ്ങൾക്കും ഈ വർക്ക് കഴിഞ്ഞ് നിങ്ങൾക്കും റിയൽ ക്ലയൻറ്റിനോടൊപ്പം വർക്ക് ചെയ്യാനുള്ളൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, Ctrl+V പ്രസ് ചെയ്തിട്ട് ഒരു കോൾ ടു ആക്ഷൻ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചു. ആൻഡ് നമുക്ക് ഇനി ഇവിടെ മൊബൈൽ നമ്പറും കൊടുക്കണം. സോ ഈ ഒരു മൊബൈൽ നമ്പർ ഈ ഒരു കോൾ ടു ആക്ഷൻ നമുക്ക് സെപ്പറേറ്റ് ഒരു റെക്റ്റാങ്കിളിനുള്ളിൽ ആക്കാം. സോ അതിനായിട്ട് നമ്മൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നുണ്ട്. അങ്ങനെ റെക്റ്റാങ്കിൾ വരയ്ക്കും. നമുക്കിവിടെ ഒരു സ്പേസ് കൺട്രോൾ ചെയ്യാനും ഇവിടെ അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. സോ ആ ഒരു സ്പേസ് കൺട്രോൾ ചെയ്യാനും കൂടിയാണ് നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ യൂസ് ചെയ്യുന്നത്. സോ ഐ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ സെയിം കളർ ആ ഒരു റെക്റ്റാങ്കിളിനും കൊടുക്കുന്നു. ഇനി നമുക്ക് ലെയർ ഒന്ന് ബാക്കിലോട്ടാക്കണം. അതിനായിട്ട് Ctrl ഓപ്പൺ ബ്രാക്കറ്റ് പ്രസ് ചെയ്ത് ലെയർ ഒന്ന് ബാക്കിലോട്ടാക്കുന്നു. ഇല്ലെങ്കിൽ ഇവിടെ ലെയറിൽ വന്നിട്ട് ബാക്കിലോട്ട് ഇട്ടാലും മതി. ഓക്കെ, സോ ലിമിറ്റഡ് സീറ്റ് അവൈലബിൾ ബുക്ക് യുവർ സ്പോട്ട് നൗ എന്നുള്ളത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ മിനിമലായിട്ടുള്ള ഡിസൈൻസ് കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നുണ്ട്. സോ മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കണം. ഓക്കെ,
സോ ഇനി നമുക്ക് ഇവിടെ ഒരു കോൾ ഇത് ആഡ് ചെയ്യണം. ആൻഡ് നമ്മളിവിടെ ഒരു റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു റെക്റ്റാങ്കിൾ വരക്കുന്നു. ഓക്കെ, സോ നമുക്കിതിൻ്റെ ഈ ഒരു ഫിൽ കളറ് റിമൂവ് ചെയ്യണം. ഫിൽ കളർ ഒഴിവാക്കിയിട്ട് നമുക്ക് സ്ട്രോക്ക് ലൈൻ മാത്രം മതി. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് സ്ട്രോക്ക് ലൈനിൽ നമ്മൾ സെറ്റ് ചെയ്യാം. സോ അതിനായിട്ട് ഈ ഒരു ഫിൽ കളർ നമ്മൾ ഒഴിവാക്കിയിട്ട് സ്ട്രോക്ക് ലെയർ സെലക്ട് ചെയ്തിട്ട് വൈറ്റ് കൊടുക്കുന്നു. ആൻഡ് നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ ഇതിനൊന്ന് ടോട്ടലി ഒന്ന് റൗണ്ട് ചെയ്യുന്നു. റൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഇത്ര ഒരു തിക്നെസ് ഇതിൻ്റെ ഒരു സ്ട്രോക്കിന് വേണമെന്നില്ല. സോ ആ സ്ട്രോക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറക്കുന്നു. സിമ്പിളായിട്ടുള്ളൊരു കോൾ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു നമ്പർ നമ്മൾ കോപ്പി ചെയ്ത് നമ്മുടെ വർക്ക് ഫയലിൽ കൊണ്ടുവന്ന് സേവ് ചെയ്യുന്നു. ഓക്കെ, മൊബൈൽ നമ്പർ നമ്മളവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അത്യാവശ്യം കാണുന്ന രീതിയിൽ തന്നെ കൊടുക്കുക. ഓവർ ഇപ്പോൾ പ്രിൻ്റബിൾ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഓവർ ചെറുതാക്കി പോകരുത്. നമ്മൾ സോഷ്യൽ മീഡിയ ഡിസൈൻ അല്ല. സോഷ്യൽ മീഡിയയിൽ നമുക്ക് കോൺടാക്റ്റ് ഓപ്ഷൻസ് ആ ഒരു സോഷ്യൽ മീഡിയ ഡിസൈനിൽ നമുക്ക് വിസിബിലിറ്റി കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ അപ്ലോഡ് ചെയ്യുന്ന പ്രൊഫൈലിൽ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടും. ബട്ട് ഇൻ ടേംസ് ഓഫ് ഫ്ലയറിൻ്റെ കാര്യത്തിൽ നമ്മളൊരു ഫ്ലയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതുപോലത്തെ നോട്ടീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മൊബൈൽ നമ്പർ കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ കൊടുക്കുക. ഓവർ സൈസിൽ കൊടുക്കണം എന്നുള്ളതല്ല, അത്യാവശ്യം ഒരാൾക്കൊരു കോമൺ ആൾക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സൈസിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നാൽ അത് ഓവറായി പോകാനും പാടില്ല. ഓവറായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബോറാവും. സോ ഇനി നമുക്കൊരു കോളർ ഐക്കൺ നമുക്കിവിടെ കൊടുക്കണം. സോ അതിനായിട്ട് ഞാൻ ഇവിടെ ഓൾറെഡി ഒരു PNG എടുത്ത് വെച്ചിട്ടുണ്ട്. സോ അതിങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, സോ നമ്മുടെ ഫ്ലയറിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലയറിൻ്റെ ഡിസൈന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓവറോൾ ഒരു ഔട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും കളർ അഡ്ജസ്റ്റ്മെൻറ്റോ എന്തെങ്കിലും സംതിങ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യുക. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഞാൻ കളറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഡിപ്പെൻസ് ഓൺ യുവർ വർക്ക്. ഓക്കെ, സോ നിങ്ങളുടെ വർക്കിനും നിങ്ങളുടെ ക്ലയൻറ്റിനും ഒക്കെ അനുസരിച്ച് കളർ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു ഓവറോൾ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ഒരു ഔട്ട് അയക്കണോ എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് ജസ്റ്റ് ആ ട്രിം വ്യൂ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മളൊരു ലെയർ ഇങ്ങനെയാണ് ഉള്ളത്. സോ ജസ്റ്റ് നമ്മൾ ട്രിം കൊടുക്കുന്നു. ഇനി നമുക്കിത് ഫുൾ സ്ക്രീനിൽ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഷിഫ്റ്റ് F പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഇതുപോലെ പക്കായിട്ട് ഫുൾ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരു A4 ഫ്ലെയർ ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. വളരെ അടിപൊളിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ലിമിറ്റഡ് കളേഴ്സ്, അതായത് ബ്രാൻഡ് കളേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ടുള്ളൊരു ഫ്ലെയർ ആണ്. ഓക്കെ, സോ ഒരു ആളുടെ ഫോട്ടോയും ഓരോ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണാനും റീഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട്. സോ ജസ്റ്റ് എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കോട്ട് പോവാം. എസ്കേപ്പ് കീ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഇനി നമുക്ക് അറിയാനുള്ളത്, ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇതെങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ ഒരു പ്രിൻ്റ് ഡിസൈന് അയച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു കാര്യങ്ങൾ. പ്രിൻ്റ് ഡിസൈൻ അയച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇമേജ് ഫയൽ അയക്കുന്നതിനും കൂടുതൽ നിങ്ങൾക്ക് PDF ഫയലായിട്ട് അയക്കാം. നിങ്ങളിപ്പോൾ ഇതിൽ നിന്ന് ഇമേജ് ഫയലായിട്ട് ഔട്ട് എടുത്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എത്ര സൂം ചെയ്താലും ക്വാളിറ്റി കുറയാത്ത രീതിയിലൊരു ഔട്ട് നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, PDF ഫയലായിട്ട് ഔട്ട് എടുത്താൽ നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ഔട്ട് നിങ്ങൾക്ക് കിട്ടും. ഇമേജ് ഫയൽ ഔട്ട് എടുത്ത് അയച്ചു കൊടുത്താലും പ്രിൻ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം A4 സൈസിലുള്ളൊരു ഔട്ട് ആയതുകൊണ്ട് കൂടുതൽ ക്വാളിറ്റി കാര്യങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല. നമുക്ക് ഫോട്ടോഷോപ്പിലും ഈ ഒരു A4 സൈസിലുള്ള ഫ്ലയേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാം, ആളുകൾ ചെയ്യാറുണ്ട്. ബട്ട് ഒന്നും കൂടി ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഇല്ലുസ്ട്രേറ്ററാണ് ബെറ്റർ. ഓക്കെ, കൂടുതൽ നല്ല രീതിയിലൊരു ഔട്ട് എടുക്കാനായിട്ട്, ക്വാളിറ്റി ഔട്ട് എടുക്കാനായിട്ട് ഇല്ലുസ്ട്രേറ്ററിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇല്ലുസ്ട്രേറ്ററിൽ ചെയ്യുകയാണ് ബെറ്റർ. ഫോട്ടോഷോപ്പിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത്ര ഒരു ക്വാളിറ്റി കിട്ടില്ല എന്നുള്ളത്. ഇനി നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ PDF ആയിട്ട് എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ അതിനായിട്ട് നിങ്ങൾ ആദ്യം ഈ ഒരു വർക്ക് ഫയൽ നിങ്ങൾ സെപ്പറേറ്റ്
ഇവിടെ സേവ് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അതിനപ്പുറം ഇല്ലുസ്ട്രേറ്റർ PDF ആയിട്ട് സേവ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് സേവ് കൊടുത്ത് കഴിഞ്ഞാലും സേവ് ചെയ്യാം. അതിനെക്കാട്ടി PDF ആയിട്ട് സേവ് ചെയ്യുന്നതിനും ബെറ്റർ നിങ്ങൾ ഇല്ലുസ്ട്രേറ്ററിൻ്റെ ഫോർമാറ്റിൽ സേവ് ചെയ്യുന്നതാണ്. ഞാനിവിടെ PDF ആയിട്ട് സേവ് ചെയ്ത് കാണിച്ചു തരാനായിട്ട് ഇവിടെ ഞാൻ ജസ്റ്റ് സേവ് കോപ്പി കൊടുക്കുന്നു. ഒരു കോപ്പി എടുത്തിട്ട് സേവ് ചെയ്യാണ്. സോ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അറബിക് കോഴ്സ് ഫ്ലയർ എന്ന് പറഞ്ഞ ആ ഒരു ഫയൽ നെയിം കൊടുത്തിട്ടുണ്ട്. ഇത് അഡോബ് ഇല്ലുസ്ട്രേറ്ററിൻ്റെ ഫോർമാറ്റാണ്. നിങ്ങൾ ജസ്റ്റ് സേവ് ചെയ്യുമ്പോൾ വർക്ക് ഫയൽ സേവ് ചെയ്യൽ ഈ ഒരു ഫോർമാറ്റിലാണ്, AI ഫോർമാറ്റിലാണ് നിങ്ങൾ സേവ് ചെയ്യൽ. സോ അത് മാറ്റിയിട്ട് ഞാനിവിടെ അഡോബ് PDF എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു PDF ആയിട്ട് സേവ് ചെയ്യാനായിട്ട്. സോ ഇവിടെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആർട്ട് ബോർഡ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഒന്നിൽ കൂടുതൽ ആർട്ട് ബോർഡ്സ് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വേറെ ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും വരില്ല. ഇവിടെ ആകെ ഒറ്റ ആർട്ട് ബോർഡ് മാത്രമേ ഉള്ളൂ. സോ അത് സേവ് ചെയ്യാനായിട്ട് ഇവിടെ സേവ് എന്നുള്ളത് കൊടുക്കാം. സേവ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരും. ഓക്കെ, ഇവിടെ ഹൈ ക്വാളിറ്റി പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനിലാണ് ഇപ്പോൾ ഓൾറെഡി കിടക്കുന്നത്. നമുക്ക് ഹൈ ക്വാളിറ്റിയിലൊന്നും നമുക്കിത് ഔട്ട് എടുക്കേണ്ട ആവശ്യമില്ല. സോ നമ്മൾ ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് പ്രസ് ക്വാളിറ്റിയിലോട്ട് മാറ്റുന്നു. സോ നമുക്ക് കൂടുതൽ പെട്ടെന്ന് ഫയൽ ഷെയർ ചെയ്യാനും ഫയൽ പെട്ടെന്ന് ഓപ്പൺ ചെയ്യാനും ഫയലിൻ്റെ സൈസ് കുറക്കാനും നമുക്ക് ഷെയറിംഗ് ഒക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് പ്രസ് ക്വാളിറ്റി കൊടുത്താൽ മതി. ഓക്കെ, പ്രിൻറ്റിങ് പ്രസ്സിലോട്ട് വേണ്ട മിനിമം ക്വാളിറ്റി എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു പ്രസ് ക്വാളിറ്റി നമ്മൾ സെലക്ട് ചെയ്യുന്നു. സോ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വേറെ കാര്യങ്ങളൊന്നും ഇവിടെ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പ്രിസേർവ് ഇല്ലുസ്ട്രേറ്റർ എഡിറ്റിംഗ് ക്യാപ്പബിലിറ്റീസ്, അതായത് നിങ്ങൾ ഈ ഒരു PDF സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് ഷെയർ ചെയ്യുമ്പോൾ ആ ഒരാൾക്ക് ആ ഒരു ഇല്ലുസ്ട്രേറ്ററിൽ കയറിയിട്ട് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, അതായത് നമ്മൾ വർക്ക് ഫയൽ ഫോട്ടോഷോപ്പിൽ PSD ഫയലായിട്ട് നമ്മൾ വർക്ക് ഫയൽ സേവ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിത് എഡിറ്റിംഗ് ക്യാപ്പബിലിറ്റീസ് എനേബിൾ ആവണോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. സോ അത് ജസ്റ്റ് നിങ്ങൾ ഓഫ് ചെയ്തിടുക. ആ ഒരു PDF എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, വർക്ക് ഫയൽ ഓൾറെഡി നിങ്ങൾ സേവ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു ആവശ്യമില്ല. സോ ഒപ്റ്റിമൈസ്ഡ് ഫോർ ഫാസ്റ്റ് വെബ് വ്യൂ അതവിടെ ഉണ്ടായിക്കോട്ടെ. എംബഡ് പേജ് തമ്പനെയിൽസ് അല്ലെ ഇതും കാര്യങ്ങളൊക്കെ എംബഡ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇത് എനേബിൾ ആയാലും ഡിസേബിൾ ആയാലും പ്രശ്നമൊന്നുമില്ല. സോ ഇത് നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക് ഫയൽ സൈസ് കാര്യങ്ങൾ PDF സൈസ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടും. ഓക്കെ, സോ ഇത് നിങ്ങൾ ഡിസേബിൾ ചെയ്താൽ മതി. ഇനി വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനില്ല. സേവ് PDF കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക് ഇവിടെ ഒരു ഇത് വരും. ഇല്ലുസ്ട്രേറ്ററിൻ്റെ ആ ഒരു എഡിറ്റിംഗ് ക്യാപ്പബിലിറ്റീസിൻ്റെ ഒരു ഇത് നമ്മൾ ഓഫ് ആയതുകൊണ്ട് ഇനി ഈ ഒരു വർക്ക് ഫയൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത് PDF ആയിട്ട്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇല്ലുസ്ട്രേറ്ററിൻ്റെ വർക്ക് ഫയൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആദ്യം സേവ് ചെയ്തിട്ട് ഉണ്ടാവണം. ഓക്കെ, സോ ഞാനിവിടെ സേവ് ചെയ്യുന്നത് കാണിച്ചു തന്നിട്ടില്ല. ഇവിടെ ഞാൻ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യാനുള്ളൊരു ഔട്ട് എടുക്കുന്നതാണ് കാണിച്ചിരുന്നത്, PDF ആയിട്ട് ഔട്ട് എടുക്കുന്നതാണ് കാണിച്ചിരുന്നത്. സോ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു PDF ആയിട്ട് ഇവിടെ സേവിങ് PDF ഫയൽ എന്ന് പറഞ്ഞിട്ടൊരു ഔട്ട് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ ഫോൾഡർ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ സേവ് ചെയ്തിട്ടുള്ളൊരു PDF ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് 665 KB മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു അത്രയും നമ്മൾ പ്രസ് ക്വാളിറ്റി കൊടുത്തു, എഡിറ്റിംഗ് ക്യാപ്പബിലിറ്റീസ് ഡിസേബിൾ ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു പെട്ടെന്നുള്ളൊരു ഔട്ടായിട്ട് വന്നിട്ടുള്ളത്. എന്നിട്ട് തന്നെ ചെറുതായിട്ട് ലോഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പ്രശ്നമില്ല, അത് ഓട്ടോമാറ്റിക്കലി ഓരോ PDF യൂസ് ചെയ്യുന്ന നമ്മുടെ സിസ്റ്റം റിക്വയർമെൻറ്റ് അനുസരിച്ചാണ്. സോ നമ്മുടെ ഒരു PDF ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഓക്കെ, ഹൈ ക്വാളിറ്റിയിൽ തന്നെ നമ്മുടെ PDF വന്നിട്ടുണ്ട്. സോ സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഇഷ്യൂസും നമ്മുടെ ക്വാളിറ്റിയിലെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഹൈ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഔട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ അത്യാവശ്യം ലെങ്ത് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാൻ പറയുന്നത്. ആൻഡ് നമ്മുടെ ഔട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ ബോണസായിട്ട് പറഞ്ഞുതരാം. ഈ ഒരു സിംഗിൾ ഫ്ലെയർ അല്ലാത്ത നമുക്ക് ഡബിൾ സൈഡൊക്കെ വരുന്ന ഫ്ലെയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു സിംഗിൾ സൈഡ് നമ്മൾ ഈ ഡിസൈൻ ചെയ്തു. ഇനി നമുക്ക് ഇതേ സൈസ് തന്നെ വേറൊരു സൈസ് വേണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേജ് A4 സൈസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ബ്രോഷേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇതൊക്കെ ഉണ്ടാവും. നമുക്ക് ഒരുപാട് പേജസ് കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് തന്നെ നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ സൈസിൽ ഒരു ഔട്ട് ബോർഡ് എടുത്തിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. സോ അതിനായിട്ട് ഇല്ലുസ്ട്രേറ്ററിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഈ ആർട്ട് ബോർഡിൻ്റെ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഒരു ടൂൾ സെലക്ട് ചെയ്യുക. എന്നിട്ട്
ഇവിടെ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആർട്ട് ബോർഡ് ഇവിടെ നിന്ന് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് കോപ്പി എടുക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ സെപ്പറേറ്റ് വേറൊരു ആർട്ട് ബോർഡ് വന്നിട്ടുണ്ട്. സോ ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇവിടെ ഈ ഒരു ഷേപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കയറി നിൽക്കുന്നുണ്ട്. സോ അത് ഒഴിവാക്കാനായിട്ട് ഇവിടെ ഈ ഒരു മൂവ് ആർട്ട് ബോർഡ് വിത്ത് ആർട്ട് ബോർഡ്, ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് ആർട്ട് ബോർഡിലുള്ള കാര്യങ്ങൾ അതിൻ്റെ കൂടെ അങ്ങോട്ട് മൂവ് ചെയ്ത് പോകാനുള്ളൊരു ബട്ടണാണ്. സോ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ആർട്ട് ബോർഡ് ഇങ്ങോട്ട് നീക്കുമ്പോൾ ആർട്ട് ബോർഡ് മാത്രമായിട്ട് നീക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇനി നമുക്ക് ഈ ഒരു ആർട്ട് ബോർഡിൽ വേണ്ട ഡിസൈൻസ് കാര്യങ്ങളൊക്കെ, അതായത് ഡബിൾ പേജ് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വേണ്ട ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് PDF ഔട്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ ഇപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം പ്രോസസ്സ് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും കാണിക്കുന്നില്ല. സോ നിങ്ങൾക്ക് ഒന്നുകൂടി അടിപൊളിയായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതാണ് ഇപ്പോൾ ഈ ഒരു ആർട്ട് ബോർഡ്. സോ ഇതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ പേജായിട്ട് വർക്ക് ചെയ്യാനും ഇല്ലസ്ട്രേറ്ററിൽ പറ്റും. ജസ്റ്റ് ഒരു ബോണസായിട്ട് പറഞ്ഞെന്നുള്ളൂ. ഇതുപോലത്തെ മൾട്ടിപ്പിൾ പേജസ് വരുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽ കാര്യങ്ങളൊക്കെ നമുക്ക് മൾട്ടിപ്പിൾ ആർട്ട് ബോർഡിൽ വരുന്ന ട്യൂട്ടോറിയൽ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെങ്ത്ത് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. സോ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങൾ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. ഫോട്ടോഷോപ്പിൽ നിന്ന് ഇല്ലസ്ട്രേറ്ററിൽ വന്ന സമയത്തുള്ള ചേഞ്ചസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ എൻഹാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പ്രിൻ്റബിൾ റിലേറ്റഡ് വർക്ക് കാര്യങ്ങളൊക്കെ ഔട്ടെടുക്കാൻ, നല്ല രീതിയിലുള്ള ഔട്ട് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയറാണ് ഇല്ലസ്ട്രേറ്റർ എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് ഇല്ലസ്ട്രേറ്ററിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു പ്രിൻ്റബിൾ വർക്കാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇത് ഇല്ലസ്ട്രേറ്ററിൽ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോഷോപ്പിനെക്കാട്ടും കൂടുതൽ ഇല്ലസ്ട്രേറ്ററിനെ പ്രിഫർ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉള്ള ഹൈ ക്വാളിറ്റി ഔട്ട് എടുക്കാൻ ഇല്ലസ്ട്രേറ്റർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, സോ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും നമ്മൾ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്, ബിഗിനർ ഫ്രണ്ട്ലി കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.